നമസ്കാരം. നമ്മുടെ ലാലേട്ടന്റെ തുടക്കം എന്ന മൂവിക്ക് ശേഷം തെറ്റി തുടരുവാണ്. ലാലേട്ടൻ തുടരുവാണ്. നമസ്കാരം. നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന മൂവി ഹിറ്റിന് ശേഷം അദ്ദേഹത്തിന്റെ മകൾ സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ സൂരജ് സംസാരിക്കുന്നതായിരിക്കും. അതെ, അപ്പൊ ലാലേട്ടൻ തുടരും, വിസ്മയ മോഹൻലാൽ തുടങ്ങുന്നു തുടക്കത്തിലൂടെ. എന്ത് തോന്നുന്നു കാർത്തി? പറയട്ടെ. ഈ പേരിനൊരു ഹൈപ്പ് സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം തുടരും തുടക്കം, ഇനിയിപ്പോ തുടരും കഴിഞ്ഞിട്ടായിരിക്കും ഈ പേരിട്ടത്. ഒരു സംശയം ഒരു സംശയം ഉണ്ടത്. അല്ല, ഒരു ഹൈപ്പ് സൃഷ്ടിക്കുന്ന പോലെ തോന്നി. കാരണം മോഹൻലാലിന്റെ വിസ്മയ മോഹൻലാലിന് എക്സ്ട്രാ എടുത്ത് എഴുതിയിട്ടുണ്ട് തുടക്കം എന്ന് കൊടുത്തിട്ടുണ്ട്. വിസ്മയ മോഹൻലാൽ തുടക്കം അങ്ങനെ അതിന് ഹൈപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ഇതാണല്ലേ ആവാൻ പാടില്ലായിരുന്നല്ലോ. ഇതിനു മുമ്പ് വിസ്മയ എന്തെങ്കിലും ആക്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിട്ട്? വിസ്മയ എനിക്കൊന്ന് ആക്ടിങ് അല്ല. വിസ്മയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുവരെ എവിടെയും വന്ന് കണ്ടിട്ടില്ല, നമ്മൾ അധികം കണ്ടിട്ടില്ല. അവര് വിദേശത്താണ്, വേറെ എന്തൊക്കെയോ പഠനവും കാര്യങ്ങളും, ഇങ്ങനെ ആർട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്, മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, കുറച്ച് കാലങ്ങളായിട്ട് പ്രണവിനെ കാണാം, പക്ഷെ വിസ്മയെ കണ്ടിട്ടില്ല. ലാലേട്ടൻ തന്നെ എപ്പോഴും പറയും പുറത്താണ്, അവിടെ ആണെങ്കിൽ കോവിഡ് സമയത്തൊക്കെ അവിടെ ഇരുന്നു തോന്നുന്നു. പക്ഷെ അഭിനയത്തിലേക്ക് വരുന്നുള്ളത് അങ്ങനെ അധികം പേരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അതെ അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാരുടെ മക്കളൊന്നും, അത് പെൺമക്കളൊന്നും അഭിനയത്തിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു സംഭാഷണം ഉണ്ടായിരിക്കുമ്പോഴാണ് വളരെയധികം യാദൃശ്ചികമായിട്ട് ഇതിലേക്ക് വരുന്നത്. അതിന്റെ സംവിധാനം എല്ലാവരും വിചാരിച്ചത് ജിത്തു ജോസഫ് ആയിരിക്കും എന്നായിരുന്നു വിചാരിച്ചത്, അതിന്റെ ഡയറക്ടർ അല്ലെ. എനിക്ക് ഞാൻ വിചാരിച്ചത് ജിത്തു ജോസഫ് ആയിരിക്കും വിചാരിച്ചത്. പക്ഷെ ശരിക്കും ജൂഡ് ഈ തുടരും ഇൻഡസ്ട്രി ഹിറ്റ് ആയപ്പോ ജൂഡ് അതിനൊരു പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞിരുന്നില്ലേ, എന്തായിരുന്നു ഇതിന്റെ കളക്ഷൻ ഞാൻ വെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ട്രോള് പോലെ ഷെയർ ചെയ്തു. അപ്പൊ എല്ലാരും വിചാരിച്ചു ജൂഡ് ലാലേട്ടൻ വെച്ചിട്ടായിരിക്കും ഒരു സിനിമ സംഭവിക്കാനുള്ളത്. പക്ഷെ വന്നപ്പോ അത് വിസ്മയാണ്. ഫാമിലി മൊത്തം സിനിമയിലായി. ഇതൊരു നെപ്പോ എന്ന് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ പറയണോ, ചർച്ച ചെയ്യുന്നവർക്ക് ചർച്ച ചെയ്യും. എന്തുണ്ടായാലും വിവാദങ്ങളുടെ കാലം. പക്ഷെ ഇതില് പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോ പ്രണവ് വിസ്മയ, തൊട്ട് മുമ്പത്തെ ജനറേഷൻ ലാലേട്ടൻ. ഇപ്പൊ ലാലേട്ടന്റെ വൈഫ്, അതായത് പ്രണവിന്റെയും ഇവരുടെയൊക്കെ അമ്മ സുചിത്ര മോഹൻലാല്, ഇവരും ഒരു സിനിമാ പാരമ്പര്യമാണ്. അതായത് ലാലേട്ടന്റെ കുടുംബം ശരിക്കും സിനിമാ പാരമ്പര്യം ഇല്ല, ലാലേട്ടനായിട്ട് തുടങ്ങിയതാണ്. ഇവരുടെ ഈ സുചിത്ര മോഹൻലാലിന്റെ അച്ഛൻ നമ്മുടെ ബാലാജി, ആ ഒരു കുടുംബം തന്നെ, അതായത് പ്രൈം മിനിസ്റ്റർ അല്ല, നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ കാലഘട്ടം എന്ന് പറയാം. എനിക്കൂടെ അവര് മെയിൻലി മലയാളികളാണെങ്കിലും ചെന്നൈയാണ്, മദ്രാസിലെ പഴയ MGR ശിവാജി കാലഘട്ടത്തിൽ നടനായിരുന്നു, സംവിധായകനായിരുന്നു, നിർമ്മാതാവായിരുന്നു. ഈ സുചിത്രയുടെ സഹോദരൻ സുരേഷ് ബാലാജി പ്രൊഡ്യൂസറാണ്. അപ്പൊ എനിക്കൊരു മൂന്നാമത്തെ തലമുറ. അപ്പൊ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അല്ലെ, ശരിക്കും പറയാൻ അതിശയം തന്നെയായിരിക്കും. കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ പോസ്റ്റർ ശ്രദ്ധിച്ചിരുന്നല്ലോ, പോസ്റ്ററിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, അതൊരു ഒരു മാർഷൽ, അതൊരു ഒരു ആക്ഷൻ കൂടാണ് താനും അല്ലെ. ആദ്യയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ ഇതേപോലെ എനിക്ക് തോന്നുന്നു പ്രണവിന്റെ ഒരു അത് കണ്ടപ്പോഴും ആ ഒരു മൂടായിരുന്നു ആൾക്കാർക്ക് എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെറുതെ വരില്ല എന്തായാലും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഈ മകൻ, അതായത് പ്രണവ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സ്ക്രീനിൽ ഭയങ്കര ഫാൻസാണ് അല്ലെ. വളരെ ഇതായിരുന്നു. മകളെ കുറിച്ച് കൂടുതൽ അറിവുകളോ കാര്യങ്ങളോ ഒന്നും ശരിക്കും പ്രേക്ഷകർക്ക് ഇല്ല. കാരണം പഠന പരിപാടിയൊക്കെ ആയിട്ട് ആളങ്ങനെ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നും വന്നിട്ടില്ല. പിന്നെ പ്രണവിനെ കുറിച്ച് തമാശയായിട്ട് പറയൂല്ലോ, ഇപ്പൊ ധ്യാൻ വരെ പറയൂല്ലോ, പ്രണവിന് ഒരു താല്പര്യം ഇല്ലാണ്ട് അഭിനയിപ്പിക്കണം. ഇനിയിപ്പോ മകൾക്ക് താല്പര്യമുണ്ടോ അതോ അവർക്കൊരു താല്പര്യമില്ല, അവരെ പിടിച്ചുകൊണ്ട് വരികയാണോ എന്നുള്ളത് അറിയില്ല. അതെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ എന്തോ മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു തുടക്കം. കാരണം പ്രണവ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് വന്നത്. അന്ന് ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ജോസൂട്ടിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് ജിത്തു ജോസഫ് പറഞ്ഞത് പ്രണവിന് ബുക്ക് എന്തോ പബ്ലിഷ് ചെയ്യണം, അതിന് പൈസ ഉണ്ടാക്കാനാണ് വന്നത്. ഒരു സാധാരണക്കാരനെ പോലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ കൂടെയാണ്, അതായത് അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ പോലെ തന്നെയാണ്. പക്ഷെ പ്രണവിനെ നായകനായിട്ട് അന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ദിലീപാണ് പ്രണവിന്റെ അടുത്ത് ആദ്യമായിട്ട് ജോസൂട്ടിയുടെ സമയത്ത് പറഞ്ഞ്, നിനക്ക് നായകനാവണമെങ്കിൽ ഞാൻ നിർമ്മിക്കാം, ഇപ്പൊ പറ്റിയ സമയമാണ്. പ്രണവിന് അപ്പൊ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ 2 വർഷം കഴിഞ്ഞപ്പോ ആദ്യയിലൂടെ വന്നു. അത് നിർബന്ധിച്ച് കൊണ്ടുവന്നാണ് സിനിമ ഇൻഡസ്ട്രിയിലെ ചർച്ചകള്. ഇനിയിപ്പോ ഇതിന്റെ കാര്യം എന്താവുന്നുള്ളത് ശരിക്കും ഈ താഴെ മക്കളുടെ ഇടയിൽ ശരിക്കും പറഞ്ഞ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തേക്കണം ശരിക്കും പ്രണവാണ്. പ്രണവിന് ഒരുപാട് ഇതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് ജീവിതങ്ങളെല്ലാം കണ്ടിട്ടായാലും സാധാരണക്കാരുടെ ഇടയിൽ പോയിരുന്നിട്ടായാലും നല്ലൊരു ജീവിത
ഇതുണ്ട്, ഒരുപാട് കണ്ടന്റുകളും. ശരിക്കും എനിക്ക് ഡയറക്ടറായിട്ട് കാണാനാണ് ശരിക്കും എനിക്ക് പ്രണവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതങ്ങളും എക്സ്പീരിയൻസുകളും അവരുടെ ഒപ്പം ജീവിച്ച ഒരു എന്ന് പറയാല്ലേ ആ ഒരു വൈബ് ഉണ്ടാവും. അത് പിടിക്കാൻ പറ്റിയത് ശരിക്കും പറഞ്ഞ പ്രണവാണ്. പ്രണവ് ശരിക്കും ഡയറക്ഷൻ ചെയ്ത് അടിപൊളിയായിരിക്കും. കാരണം ഇവരുടെ ഈ പ്രണവല്ല ഏറ്റവും കൂടുതൽ ഇപ്പോഴും സാധാരണക്കാരനെ പോലെ യാത്രയൊക്കെ ചെയ്ത് നടക്കുന്ന ആള്. പ്രണവിന്റെ ഡയറക്ഷൻ ഒരു പടം വന്ന് എടുക്കാനായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഇത്രയും നാള് ഗ്യാപ്പിന് ശേഷം ആക്ഷൻ മൂവി ആണെങ്കിൽ അല്ലെ പൊളിക്കും. പ്രണവിന്റെ പുതിയ സിനിമ വരുന്നുണ്ട്, ബ്രഹ്മയുഗം സംവിധായകന്റെ സിനിമയിലാണ് പ്രണവ് വരുന്നത്. ഈ തുടക്കം ഞാൻ പറഞ്ഞത് മകളുടെ അത് ആക്ഷൻ മൂവി ആണെങ്കിൽ അത് എത്രത്തോളം അല്ലെ നമുക്ക് ആളുകൾ ഇവിടെ മലയാളത്തിൽ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ച ഫീമെയിൽ ഓറിയന്റഡ് സിനിമകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഭയങ്കര ത്രില്ലർ അല്ലെങ്കിൽ ഒരു സീരിയസ്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഉള്ളൊഴുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളൊക്കെ കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഹീറോയിൻ ശരിക്കും മലയാളത്തിൽ പണ്ടൊരു വാണി വിശ്വനാഥ് എന്നൊക്കെ പറയുന്ന പോലെ മലയാളത്തിൽ ഇപ്പൊ അധികം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മുടെ എബ്രൈറ്റ് ഒരു സിനിമ വന്നിരുന്നല്ലോ കരാട്ടെ പേര് പറഞ്ഞു, അത് ആ നീതാ പിള്ളയായിരുന്നു. പക്ഷെ അതങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. ശരിക്കും ആക്ഷൻ ഹീറോയിൻ ഇല്ല ഇപ്പൊ മലയാളത്തില്. ഈ ആക്ഷൻ ഹീറോയിൻ വന്നാൽ തന്നെ നമ്മൾ ഈ മലയാളി ഓഡിയൻസിന് ഭയങ്കര പ്രശ്നമുണ്ട്. അത് ഇപ്പൊ തമിഴിൽ പോയി ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അത് ഓക്കെ ആയിരിക്കും. മലയാളികൾക്ക് അത് കൺവിൻസ് ആവണം. അത് വാണി വിശ്വനാഥിന് കഴിഞ്ഞിട്ട് പിന്നെ വരാൻ പോകുന്ന ആരെങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ വിശ്വസിക്കുള്ളൂ. പണ്ട് ശോഭനയുടെ ഒരു ആയുധം എന്ന് പറഞ്ഞ സിനിമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എത്രത്തോളം ഇതായിരുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ പിന്നെ നമുക്ക് വൈജയന്തി അല്ലെ, വൈജയന്തി അല്ലേ, വിജയശാന്തിയൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ വിജയശാന്തിയൊക്കെ അന്ന് യൂത്തുർക്കൊക്കെ ചെയ്യുമ്പോൾ സുരേഷ് ഗോപിക്കാട്ടും പൈസ മേടിക്കുന്ന ആക്ട്രസ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇതില് ഇപ്പൊ വിസ്മയുടെ കാര്യം പറഞ്ഞു, അതേപോലെ ഏറ്റവും പ്രഷർ ജൂഡിന് എന്ത് പ്രഷറായിരിക്കും. 2018 സിനിമ കഴിഞ്ഞിട്ട് ജൂഡ് ചെയ്യുന്ന സിനിമ, അത് മോഹൻലാലിന്റെ ഇപ്പൊ ജൂഡ് ഒരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഇത്ര പ്രഷർ വരില്ല. ഇത് മോഹൻലാലിന്റെ മകളെ വെച്ചാണ് ജൂഡ് ചെയ്യുന്നത്. അപ്പൊ ജൂഡിന്റെ ഒരു പ്രഷർ ഇങ്ങനെ റിലീസ് ആവുന്ന വരെ ജൂഡിന് ടെൻഷൻ ഉണ്ടാവും. മറ്റേ ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പായിട്ട് മോഹൻലാലിന്റെ അമ്മയും അതായത് മുത്തശ്ശിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇതുപോലെ തന്നെ വിസ്മയ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ മുത്തശ്ശിയെ പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെച്ചൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെൽഫി എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്തു. പഴയ മുത്തശ്ശിയുടെ ഓർമ്മ വന്നിട്ട് ഞാൻ അതുപോലെ ആന്റണി പെരുമ്പാവൂർ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആന്റണി പെരുമ്പാവൂര് എന്താ പറയാ നിർമ്മിക്കുകയാണ്, ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുകയാണ്. അപ്പൊ എന്തായാലും കാത്തിരിപ്പാണ്. എന്തായാലും ജൂഡാനണിക്ക് നല്ലൊരു എന്താ പറയാ ഒരു ചോദ്യമായിട്ട് 2018 ചൂട് എവിടെ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ചൂട് വരും. ചൂടായിരിക്കും. എന്തായാലും ഒന്നും കാണാതെ അല്ലെ, ഒന്നും കാണാതെ ഒരു ആക്ഷൻ സിനിമ ഒന്നും കാണാതെ വിസ്മയനെ വിടില്ല. ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കില്ല, ജൂഡ് ചെയ്യില്ല. അതൊരു ആക്ഷൻ സിനിമയാണെന്ന് പറയുമ്പോൾ കൂടുതലും പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നതായിരിക്കും. ഒരു താര രാജകുമാരി ആയിട്ട് വരികയാണെങ്കിൽ അല്ലെ, വിസ്മയിപ്പിക്കട്ടെ. അപ്പൊ